ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഈ സന്ധ്യയിലും വന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ രാത്രി തിരുവചനത്തിൽ നിന്ന് ധ്യാനിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകി. അതിനാധാരമായിട്ട് വായിച്ച കുറുവാക്യം വളരെ പരിചിതമായ വാക്യമാണ്. ഒരിക്കൽ കൂടി ആ വാക്യം വായിച്ച് സഹായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവനെ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ആമേൻ. ഒരു നിമിഷം കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല രാത്രിക്കായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണം. സന്നിധി ബോധം ഞങ്ങൾക്ക് നൽകണമേ. പാടുവാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും എല്ലാം കൃപ നൽകി. അതിനായിട്ട് സ്തോത്രം. തുടർന്ന് ദൈവവചനം ധ്യാനിപ്പാൻ ഞങ്ങൾ ആശിക്കുന്നു. അങ്ങയുടെ ജനത്തെ കടാക്ഷിക്കണം. എളിയവന്റെ മേലും കൃപ ചൊരിയണം. പുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തണമേ. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ അപേക്ഷിക്കുന്നു. ദയമൂലം കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ. നമ്മുടെ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അരിതിൽ പാതകി ആമനിക്കായി നീ പാരിതിൽ പാതകി ആമനിക്കായി നീ പരമ ഭവനം അതിനെ വെടിഞ്ഞ പരമ ഭവനം അതിനെ വെടിഞ്ഞ കരുണയൊരു പൊഴുതറിവതി ഇടരറുവതി നരുളിന കരുണയൊരു പൊഴുതറിവതി ഇടരറുവതി നരുളിന കരണമതുതവചരണമ മമചരണമ കവഭരണമ മഹിപരമ കരുണ രസരാശേ ഓ പരമ കരുണ രസരാശേ. സ്തുതികൾ ധ്വനിക്കും നവമായി സ്തുതിക്കും സ്തുതികൾ ധ്വനിക്കും നല്ല മോടകമുര ചെയ്തിടും മമ ചെയ്തിടും നിൻ കൃപ നല്ല മോടകമുര ചെയ്തിടും
സരാശയോ പരമ കരുണ സരാശേ ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഈ രാത്രിയിൽ നമുക്കൊന്നിച്ചു കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച വിലപ്പെട്ട അവസരങ്ങൾക്കായി സ്തോത്രം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവെടുത്താണ് ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് ഇന്നലെ വായിച്ചത്. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും, അവൻ അത്ഭുത മന്ത്രി. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിനെ പറ്റിയാണ് ഈ വാക്യത്തിൽ പരാമർശിക്കുന്നത്. അവിടുത്തെ വിശേഷതകളിൽ ഒരു കാര്യമാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്, അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്. ഇന്ന് രാത്രി അത്ഭുത മന്ത്രിയാകുന്ന ക്രിസ്തു നമ്മുടെ നടുവിൽ ഉണ്ട്. ഇന്നലെ നമ്മൾ ചിന്തിച്ചു വന്നത് യേശു ക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾ, അനേക അത്ഭുതങ്ങൾ നമ്മുടെ കർത്താവ് ചെയ്തു. തന്റെ അടുക്കൽ വന്ന ആരും നിരാശയോടെ പോയിട്ടില്ല. വന്നവർക്കെല്ലാം യേശു വിടുതൽ കൊടുത്തു. അങ്ങനെ നാം ഇന്നലെ ചിന്തിച്ചു വന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതം ഇന്നലെ ചിന്തിച്ചല്ലോ. കാനാവിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. അതായിരുന്നു ആദ്യത്തെ അത്ഭുതം. ആ 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. 2:11. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് തന്റെ മഹത്വം വെളിപ്പെടുത്തി. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി. ആദ്യത്തെ അടയാളം കാനാവിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ഇന്നലെ അതിനെപ്പറ്റി ചില കാര്യങ്ങൾ നമ്മൾ ശാന്തമായിട്ടൊന്ന് ചിന്തിച്ചു. ആ കല്യാണ വീട്ടിൽ അല്പം പ്രതിസന്ധി, വീഞ്ഞ് പോരാതെ വരിക. അപ്പോൾ ഇന്നലെ ചിന്തിച്ചതിന്റെ തുടർമാനം, കലവറക്കാര് കമ്മിറ്റി കൂടി യേശുവിന്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ഇടയ്ക്കൊന്ന് നിൽക്കണം, മോനോട് ചെന്ന് കാര്യം പറയണം, വീഞ്ഞ് തീർന്നു. അപ്പോൾ അമ്മ നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ മധ്യസ്ഥതയ്ക്ക് നിന്നതാ. അത് അത്ര വിജയിച്ചില്ല. അപ്പോൾ യേശു ചോദിച്ചു, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ഞാന് ഈ അമ്മയെ പറ്റി ചിലര് അറിവില്ലാത്തത് കൊണ്ട് ആക്ഷേപിച്ച് പറയുന്നവരുണ്ട്. യേശുക്രിസ്തുവിന്റെ അമ്മ മറിയം, ആ മാന്യ മാതാവിനെ അധിക്ഷേപിച്ച് പറയുന്നുണ്ട്. എനിക്കതിനോട് യോജിപ്പില്ല. കാരണം ഇതുപോലെ വിവരമുള്ള ഒരമ്മ ഉലകത്തിലുണ്ടായിട്ടില്ല. ഏതാ? യേശുവിന്റെ അമ്മയെ പോലെ വിവരമുള്ള, അറിവുള്ള, പരിജ്ഞാനമുള്ള, തന്മയത്വമുള്ള ഒരമ്മ വേറെ ഇല്ല. ധാരാളം അമ്മമാരുണ്ട്. അമ്മ മല്ലപ്പള്ളി, അമ്മ തിരുവല്ലായില്, അമ്മ എറണാകുളത്ത്, അമ്മ കോഴിക്കോട്ട്, അമ്മ ന്യൂയോർക്കില്, ധാരാളം അമ്മമാരുണ്ട്. അമ്മയുണ്ട്, അമ്മുമ്മയുണ്ട്, വല്യമ്മയുണ്ട്. എന്നാൽ ഇതുപോലെ വിവരമുള്ള ഒരമ്മ ഉലകത്തിലുണ്ടായിട്ടില്ല. കാരണം കർത്താവ് ചോദിച്ചു, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ
എന്ത് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അന്നേരം ഈ അമ്മ വിവരമുള്ള അമ്മ ആയതുകൊണ്ട് പിള്ളേരുടെ ഭാഷ പറഞ്ഞ ന്യൂട്രൽ അവിടെ നിന്ന് വലിഞ്ഞു. അമ്മയ്ക്ക് മനസ്സിലായി ഇടയ്ക്ക് നിന്നാൽ ഇവിടെ ശരിയാകുകയല്ല, വിജയിക്കത്തില്ല. അതാ വിവരമുള്ള അമ്മയുടെ ലക്ഷണം. അമ്മ നേരെ അവിടുന്ന് വലിഞ്ഞതിന് ശേഷം ശുശ്രൂഷക്കാരോട് പറഞ്ഞു, കീവറീച്ച, ഞാൻ ഇടയ്ക്ക് നിൽക്കുന്നില്ല, വിജയിക്കത്തില്ല. കീവറിച്ചാനും ഇടയ്ക്ക് നിൽക്കരുത്. മനസ്സിലായോ? ഞാൻ ഇടയ്ക്ക് നിൽക്കുന്നില്ല, നിന്നാൽ വിജയിക്കത്തില്ല. കീവറിയച്ചനും ഇടയ്ക്ക് നിൽക്കണ്ട. അന്തോനിയോസിനോടും പറഞ്ഞോണം ഇടയ്ക്ക് നിൽക്കരുത്. സ്തോത്രം ഉണ്ടല്ലോ. അവരോടെല്ലാം പറഞ്ഞോണം ഇടയ്ക്ക് നിൽക്കണ്ട, ഇടയ്ക്ക് നിന്നാൽ ശരിയാകുകയല്ല. സ്തോത്രം. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതങ്ങ് ചെയ്താൽ മതി. അതാ ഈ വിവരമുള്ള അമ്മയാന്ന് പറയുന്നത്. സ്തോത്രം. ഇതുപോലെ അറിവുള്ള, വിവരമുള്ള, പരിജ്ഞാനമുള്ള ഒരമ്മ വേറെ ഇല്ല. ഞാൻ ഇടയ്ക്ക് കയറി പറയാം, വിവരമുള്ള ഒരമ്മയെ കിട്ടിയാൽ നീ ഭാഗ്യവാനാ. ബോധക്കേടുള്ള തള്ളയാണെങ്കിൽ നിന്റെ ആയുസ് രക്ഷപ്പെടുകയില്ല. അങ്ങനെയുള്ള ധാരാളം എണ്ണമുണ്ട്. യാതൊരു വെളിവും വെള്ളിയാഴ്ചയില്ല. നമ്മൾ ചെന്ന് ചോദിക്കുക, അമ്മേ ജോയിക്കുട്ടി ഉണ്ടോ? എതിലേ പോയെന്ന് ആർക്കറിയാം? ഓയിക്കുട്ടി. വിവരമില്ലാത്ത ധാരാളം എണ്ണമുണ്ട്. വീട്ടിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകട്ടെ, ഉടനെ പെരക്കകത്ത് നിന്ന് മിറ്റത്തോട്ട് ചാടി നൈറ്റി എടുത്ത് കുത്തി എട്ടുനാടും പോട്ടെ അലറുക. എങ്ങനെ അവരുടെ കൂടെ ജീവിക്കും? അതേസമയം അറിവുള്ള, വിവരമുള്ള, പരിജ്ഞാനമുള്ള ഒരു അമ്മയുണ്ടെങ്കിൽ, എൻ്റെ ഭാഷയാ, വിശേഷിച്ച് പ്രാർത്ഥിക്കുന്ന അമ്മയാണെങ്കിൽ, ഒന്നുകൂടെ പറഞ്ഞാൽ ആരാധിക്കുന്ന ഒരമ്മയാണെങ്കിൽ, ദൈവഭക്തിയുള്ള ഒരമ്മയാണെങ്കിൽ, നീ നിന്റെ കുടുംബവും രക്ഷപ്പെടും. ജീസസ്. ഹല്ലേലൂയ. എൻ്റെ വിഷയം അമ്മ എന്നുള്ളതല്ലല്ലോ, അതുകൊണ്ട് ആ ഭാഗത്ത് അധികം നിൽക്കുന്നില്ല. എന്തായാലും യേശുക്രിസ്തുവിൻ്റെ അമ്മ ഇതുപോലെ മാന്യായ, അറിവുള്ള, പരിജ്ഞാനമുള്ള, പക്വതയുള്ള, വിവരമുള്ള, വിവേകമുള്ള നല്ല ഒരമ്മയാണ്. സ്തോത്രം, സ്തോത്രം. ആട്ടെ, അതുകൊണ്ട് ഈ അമ്മ വന്ന് ശുശ്രൂഷക്കാരോട് പറഞ്ഞു, അവൻ എന്തേലും കൽപ്പിച്ചാൽ നിങ്ങൾ ചെയ്യൂ, അത് ചെയ്താൽ മതി. പാരമ്പര്യമൊന്നും നിങ്ങൾ നടത്തണ്ട. പണ്ട് എഴുതി വെച്ച പല കാര്യമുണ്ട്, അതൊന്നും നിങ്ങൾ നടത്തണ്ട. അവിടുന്ന് എന്തേലും കൽപ്പിച്ചാൽ അതങ്ങ് ചെയ്താൽ മതി. സ്തോത്രം. മാമൂലുകളൊന്നും നിങ്ങൾ ആചരിക്കണ്ട. പിന്തുടർച്ചകളായി ചില കാര്യങ്ങളുണ്ട്, ആചാര അനുഷ്ഠാനങ്ങൾ, അതൊന്നുമല്ല വിഷയം. അവൻ എന്തേലും കൽപ്പിച്ചാൽ അത് ചെയ്യണം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ അമ്മ അറിവുള്ള, വിവരമുള്ള അമ്മയാ. നമ്മൾ ഇന്നലെ ചിന്തിച്ചു നടത്തിയത്, ഈ പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിൽ വീട്ടുകാര് അപമാനിക്കപ്പെടാൻ പോകുന്ന രംഗമാണ്. അവര് വളരെ പ്രയാസം അനുഭവിച്ച ഒരു സന്ദർഭമാണ്, നിന്നതരാകുന്ന ഒരു രംഗമാണ്. അപ്പൊ ഈ സന്ദർഭത്തിൽ അമ്മ നേരെ യേശുവിന്റെ അടുക്ക ചെന്നു. അതാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. അമ്മ അറിവുള്ള അമ്മയാ, യേശുവിന്റെ അടുക്ക ചെന്നു. അതെന്താ ഈ അമ്മ യേശുവിന്റെ അടുക്കൽ പ്രശ്നം വന്നപ്പോ ചെന്നത്? കാരണം അവിടുന്ന് ആരാണെന്ന് അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ വകതിരിവുള്ള ഒരു അമ്മയാ. യേശു ആരാണെന്ന് അമ്മയ്ക്കറിയാം, ശുശ്രൂഷക്കാരാരാണെന്ന് അമ്മയ്ക്കറിയാം, വിരുന്നുവാഴി ആരാണെന്ന് അമ്മയ്ക്കറിയാം, ആ വീട് ആമേൻ ആരുടെ വീടാന്ന് അമ്മയ്ക്കറിയാം, വന്നവര് ആരാണെന്ന് അമ്മയ്ക്കറിയാം, അമ്മ ആരാണെന്ന് അമ്മയ്ക്കറിയാം. അതായി വിവേചനവും വിവരവും. ചിലർക്ക് ആരെ പറ്റി ഒരു വെളിവുമില്ല. ഭർത്താവ് ആരാന്നറിയാൻ മേല, പിള്ളേരേതാന്നറിയാൻ മേല എന്ന് പറഞ്ഞ ഭർത്താവിനെ അറിയത്തില്ലെന്നല്ല, ഇടപെടാൻ അറിയത്തില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ഭർത്താവിനെ താഴ്ത്തിക്കെട്ടി പറയുന്ന സ്ത്രീകളുണ്ട്. അതും അമ്മയാ, കൊച്ചുങ്ങളുടെ അമ്മ.
മിണ്ടുന്നില്ലല്ലോ ആരും. ചില സഹോദരിമാര് ഭർത്താവിന്റെ കുറ്റവും അപാകതകളും നേരെ വന്ന് പാസ്റ്ററോടും ഭാര്യയോടും പറയും. നീ ആയുസ് രക്ഷപ്പെടുകയല്ല. പാസ്റ്ററുടെ വീട്ടിലെ വിശേഷം അവര് പറയാതിരിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അവിടെ ചെന്നാ നിന്റെ വിശേഷം പാസാറിനെ ഭാര്യയെ പേടിച്ച് കിടുകിടുകിടുകിടാന്ന് പുള്ളി ആലില തുള്ളും പോലെ തുള്ളിയാ നിൽക്കുന്നത്. പുള്ളിക്കാരി ഒരു നോട്ടം നോക്കിയാൽ മതി, അന്നേരം പുള്ളി ആ പുള്ളിയോടാ നീ എന്ന് നിന്റെ വിചാരം. ആട്ടെ, ഇടയ്ക്ക് കയറിയൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. വിവരമുള്ള, വകതിരിവുള്ള, വിവേചനമുള്ള അമ്മ. ആട്ടെ, നമ്മുടെ വിഷയത്തിൽ വരാം. അപ്പൊ ഈ അമ്മ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ അമ്മ വരാനുള്ളതിന്റെ കാരണം, യേശു ക്രിസ്തു ആരാണെന്ന് അമ്മയ്ക്ക് നല്ല തിട്ടമുണ്ട്, അമ്മയ്ക്ക് നല്ല അറിവുണ്ട്. അതിന്റെ കാരണം ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിലും 2-ാം അധ്യായത്തിന്റെ 51-ാമത്തെ വാക്യത്തിലും മറിയ ഈ കാര്യമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചെന്ന വായിച്ചേ മൈക്ക് കൂടെ. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. അത് 2:19 അല്ലേ? ഇനി 51-ാം വാക്യം വായിച്ചേ. അവരോടുകൂടെ ഇറങ്ങി നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പോൾ ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ യേശുവിന്റെ അടുക്കൽ വന്ന് ഈ കാര്യം പറയാനുള്ള കാരണം, യേശു ക്രിസ്തു ആരാണെന്ന് അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ലൂക്കോസ് 2:19, 2:51 ഈ കാര്യങ്ങൾ മുഴുവൻ മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഏത് കാര്യങ്ങളാ? ഞാൻ ആ ഭാഗം പഠിച്ചപ്പോൾ ഒരു 6-7 കൂട്ടം കാര്യം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതിൽ 1-ാമത്തെ കാര്യമാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖ നസറേത്തിൽ വന്ന് പറഞ്ഞ കാര്യമെല്ലാം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നിങ്ങളാണ്ട ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 26 മുതൽ 37 വരെയാണ് വായിക്കേണ്ടത്. ഓടിച്ചെന്ന് വായിച്ചോ. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്തെന്ന മിക്കവാറും ഞാൻ അവിടെ നിന്ന് സ്റ്റാൻഡും മൈക്കും എടുക്കും. ഒന്നുകൂടെ വായില്ലേ. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്തെന്ന 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്തെന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയം ചെയ്തിരുന്ന കന്യയുടെ അടുക്കൽ അയച്ചു. അപ്പോൾ ആ 26-ാമത്തെ വാക്യം മുതൽ പഠിക്കുമ്പോൾ മറിയത്തിന്റെ അടുക്കൽ സ്വർഗത്തിൽ നിന്ന് ഗബ്രിയേൽ ദൂതൻ വന്ന സംഭവമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് ഈ ദൂതനും മറിയയും കൂടെയുള്ള സംഭാഷണമാണ്. ദൂതൻ എന്ന് പറഞ്ഞു, കൃപ ലഭിച്ചവള് നിനക്ക് വന്ദനം. വന്ദനം കേട്ട മറിയ ആശ്ചര്യപ്പെട്ടു. അപ്പോൾ ദൂതൻ പറഞ്ഞ്, പേടിക്കണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുക, നീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കും. മറിയ തിരിച്ചു പ്രതിവചിച്ചു, അവൻ പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും? മറിയെ ഇത് പുരുഷന്റെ ഇഷ്ടത്താലും മനുഷ്യന്റെ ഇഷ്ടത്താലുമല്ല, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നടലിടും. എന്നിട്ട് പറയുകയാണ്, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അതിന്റെ 31-ാമത്തെ വാക്യം വായിച്ചേ. 31. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും എന്ന് പറഞ്ഞാൽ ദൂതൻ മറിയോട് പറയാ, നീ ഗർഭവതിയായി ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേര് വിളിക്കണം. യേശു എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്. ആമേൻ. ആ പദം 2-ാം അധ്യായത്തിന്റെ 11 കിടപ്പുണ്ട്. ഒന്ന് വായിച്ചോ. ലൂക്കോസ് 2:11.
കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. അപ്പൊ ശ്രദ്ധിക്കുക, ആമേൻ. മറിയത്തോട് ദൂതൻ എന്ന് പറയുക, നിന്റെ ഉദരത്തിൽ ഉരുവാകാൻ പോകുന്ന പുരുഷ പ്രജ, ആമേൻ, സാധാരണ പിള്ളാരെ പോലെ അല്ല, അവിടുന്ന് രക്ഷിതാവാ, അവിടുന്ന് രക്ഷിക്കുന്നവനാ, അവിടുന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവനാ. ആ കാര്യം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതാ ഈ പ്രശ്നം വന്നപ്പോൾ നേരെ രക്ഷിതാവിന്റെ അടുക്കൽ ചെന്നത്. ഇന്ന് രാത്രി നീ തെക്കോട്ടും കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും അറിയാച്ചനെയും തോമാച്ചനെയും അന്ത്രോസിനെയും ഗീവർഗീസിനെയും ആമൻ അല്ല അവരെ ഇവരെയും തപ്പി നടക്കാതെ നീ ഇന്ന് രാത്രി രക്ഷിതാവിന്റെ അടുക്കവാ. രക്ഷകനായിട്ട് ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് ലോകരക്ഷകനാകുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി ലോകരക്ഷകനാകുന്ന യേശുവിന്റെ അടുക്കൽ വാ. പ്രൈസ് ദി ലോർഡ്. സത്യവചനം കേട്ടു നിൽവാ, നിത്യജീവൻ നിനക്ക് കിടുമേ. ആമേൻ. സത്യവചനം കേട്ടു നിൽവാ, നിത്യജീവൻ നിനക്ക് കിടുമേ. ഓ നിന്മരും ജീവ പുസ്തകത്തിൽ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ ഈ അമ്മ യേശുവിന്റെ അടുക്കൽ വരാനുള്ളതിന്റെ ഒന്നാമത്തെ കാരണം അവിടുന്ന് രക്ഷകനാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ രക്ഷകനാകുന്ന യേശുവിന്റെ അടുക്ക വരണം. അവിടുന്ന് മാത്രമാണ് നിന്നെ രക്ഷിക്കുന്നത്. മതം നിന്നെ രക്ഷിക്കത്തില്ല, സംഘടന നിന്നെ രക്ഷിക്കത്തില്ല, നിന്റെ പണം നിന്നെ രക്ഷിക്കത്തില്ല, പൊളിറ്റിക്കൽ ബലം നിന്നെ രക്ഷിക്കത്തില്ല, സാമുദായിക ബലം നിന്നെ രക്ഷിക്കത്തില്ല, നിന്റെ കായബലം നിന്നെ രക്ഷിക്കത്തില്ല. അവൻ രക്ഷിക്കുവാൻ കഴിവുള്ള ഒരുവൻ മാത്രമേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ആ യേശുവിന്റെ അടുക്കൽ ഇന്ന് രാത്രി വരുന്നെങ്കിൽ സൂക്ഷം, അവിടെ നിന്ന് നിന്നെ രക്ഷിക്കും. സ്തോത്രം. മറിയ ഈ വാർത്തയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഏത്? ഒന്ന്, 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖമെന്ന് പറഞ്ഞ ആ കാര്യം ഇതാ, അവിടുന്ന് രക്ഷകനാണെന്ന്. അത് മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 2, മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചത് ഈ
ആട്ടിടയന്മാര് വന്ന് പറഞ്ഞ കാര്യമെല്ലാം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നിങ്ങൾ ആ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 17 വരെയുള്ള തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ ആട്ടിടയന്മാർ വന്ന് പറഞ്ഞ കാര്യമാണ് ആ കണ്ണികയ്ക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി. അമ്മ മറിയം പ്രസവവേദനയോടെ പല വീടുകളും വാതിലുകളും ഒക്കെ ചെന്ന് മുട്ടി കാണും. ആരും ഇടം കൊടുത്തില്ല. പിന്നെ വേദപഠിതാക്കളിൽ ചിലര് ചില വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ചരിത്ര സംഭവങ്ങൾ തെളിയിച്ച് പറയുന്നത് ഒരു കല്ലിടുക്കിൽ ആമേൻ ക്രിസ്തുവിനെ പ്രസവിച്ച സമയത്ത് കല്ലിടുക്കായിരുന്നെന്ന. അവിടെ പ്രസവിച്ചു, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കൊണ്ടുവന്ന് കിടത്തി. ഈ സന്ദർഭത്തിൽ ആടിനെ മേയ്ക്കുന്ന, ആടിനെ തീറ്റുന്ന ഇടയന്മാർ ആടിനെ തീറ്റി അനന്തരം അവർ വെളിമ്പ്രദേശത്ത് വിശ്രമിക്കുക. ഈ സന്ദർഭത്തിൽ പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു ഗാനാലാപമുണ്ടായി. ആ ഗാനാലാപം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സ്വർഗീയ ദൂതന്മാരുടെ ഒരു ഗാനമാണ്. നല്ല പാട്ടാ. നമ്മുടെ ഇപ്പോഴത്തെ പാട്ട് പല പാട്ട് പോലെ അല്ല, ഇത് നല്ല പാട്ടാണ്. ഇപ്പോഴത്തെ പാട്ട് ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല, വെറുതെ അലോഗ്യം ഉണ്ടാക്കും. അപ്പം അവിടെ നല്ല പാട്ടുകളാണ് ദൂതന്മാര് പാടിയത്. ആ പാട്ട് 13-ാമത്തെ വാക്യം വായിച്ചേ. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട്, പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ഒരു ദൈവത്തെ പുകഴ്ത്തി. അടുത്തത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഇനി പാട്ടിന്റെ ഒരു ക്രമം പറയാം. പാട്ടുകളെല്ലാം ദൈവത്തെ പുകഴ്ത്തുന്നതായിരിക്കണം. ചിലർക്ക് യോഗം തുടങ്ങുമ്പോ പാടേണ്ട പാട്ട് എന്നാന്നറിയാൻ മേല, അറിയത്തില്ല. ഇന്നാളെ ഒരു യോഗത്തിന് നമ്മൾ രണ്ടുകൂടെ ഒരു യോഗത്തിന് പോയി. സ്ഥലം ഞാനിപ്പോൾ പറയുന്നില്ല. അവിടുത്തെ നടത്തിപ്പുകാരൻ ഉപദേശി, പുള്ളിക്കും വലിയ വെളിവില്ല, ഈ വെളിവ് കെട്ടതൊക്കെ ഉണ്ട്. എന്നാൽ വെളിവുള്ള ഒരാളെ പിടിച്ചിരുത്തണ്ടേ. അപ്പോൾ പ്രാർത്ഥന അങ്ങോട്ട് ആരംഭിച്ചു. പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു പാട്ട് പാടാൻ. ആരും പാടുന്നില്ല. ഒന്നെങ്കിൽ അദ്ദേഹം ഒരു പാട്ട് എടുത്തിടണം, യോഗം തുടങ്ങിയല്ലേ. അല്ലെങ്കിൽ ആ കൂട്ടായ്മയിൽ പാട്ട് പാടാൻ അറിവുള്ള, പക്വതയുള്ള, ഏറെക്കുറെ ഒരു ട്യൂണുമൊക്കെ ഉള്ള ഒരാളെ പരമേൽപ്പിക്കണം. അതില്ലെങ്കിൽ ഇതുപോലത്തെ പാട്ടുകാരെ ആരെയും 2 പേരെ വിളിക്കണം. അതൊക്കെ അല്ലേ അതിന്റെ ക്രമം. പുള്ളി പറഞ്ഞൊരു പാട്ട് പാടാൻ. യോഗം തുടങ്ങുക. അന്നേരം ഒരു തള്ള പാടിയ പാട്ട്, ഞാൻ ആ പാട്ടങ്ങ് മറന്നു. ഏത് പാട്ടാണ്? ഒലിവുമല ഒരുങ്ങി. അതാ, നിർമ്മിത കഥയല്ല. യോഗം അങ്ങോട്ട് പ്രാർത്ഥിച്ച് ആരംഭിക്കുക. ഒരു പാട്ട് പാടാന്ന് പറഞ്ഞപ്പോ ആരും പാടുന്നില്ല. ആ ഇടയ്ക്കെങ്ങാണ്ടിരുന്നൊരു തള്ള ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞല്ലോ. ഇതാണോ യോഗാരംഭത്തിന്? അതിന് നിനക്കെന്നെ ഒലിവുമല ഒരു യോഗം ആരംഭിക്കുമ്പോ ഈ പാട്ടാണോ പാടുന്നത്? ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പാട്ട് പാടണം. ചിലയിടത്ത് ചില സഭക്കാർക്കും അറിയത്തില്ല, നടത്തിപ്പുകാർക്കും അറിയത്തില്ല, ചിലയിടത്ത് ചില പാട്ടുകാർക്കും അറിയത്തില്ല എന്തുവാ ഇത് പാടണ്ടെന്ന്. ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, അത് ചിലർക്ക് അറിയായിരിക്കും. വായിക്ക് വരുന്നത് ആത്മീയ ശുശ്രൂഷയ്ക്ക് അത് പാടില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പാട്ടായിരിക്കണം. അവരവിടെ നിന്ന് പാടുക ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു. പണ്ട് മൺമറഞ്ഞ ഇന്ത്യ ദൈവസഭ കേരള റീജിയന്റെ ഒരു ശുശ്രൂഷകനായിരുന്നു പാസ്റ്റർ TC ജോസ് അവർകൾ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വചനം സംസാരിക്കുന്ന മാന്യ ദൈവപ്രവൃത്തനായിരുന്നു. അപ്പം അദ്ദേഹം ഒരു സദസ്സിൽ ഇരിക്കുമ്പോഴാണ് പാട്ട് പാടുക. ഒരുത്തം വന്ന് പാടി പാട്ട് ശാന്ത തുറമുഖം
ശാന്ത തുറമുഖം അടുത്തു. അതിന് പുള്ളി ചോദിച്ചു, അവൾ അടുത്തു, നീ എവിടായെന്ന് ചോദിച്ചു. ശാന്ത തുറമുഖത്ത് അടുത്തു. യോഗം തുടങ്ങുമ്പോ അതാണോ പാടുന്നത്? അവൻ പാടുക, ശാന്ത തുറമുഖം അടുത്ത്. പുള്ളി ചോദിച്ചു, അവൾ ഈ തുറമുഖത്ത് അടുത്തു, നീ ഇപ്പൊ എവിടം വരെ ആയെന്ന് ചോദിച്ചു. ചിലക്ക് ഇതിനെപ്പറ്റി വലിയ വിവരമില്ല. എവിടുന്നാലും 2 പാട്ട് കിട്ടും, അതുമായിട്ട് അങ്ങ് നടക്കുക. അപ്പം യോഗാരംഭഗീതങ്ങൾ, അതാ അകാരാദി നോക്കുമ്പോ അറിയാം. ഇനിയിപ്പോ ഹെഡിങ് ആണ്, അതൊക്കെ പഠിക്കണം. ഒരു യോഗം പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഏത് പാട്ടാ? ഒരു ദൈവദാസൻ, ഒരു ദൈവ പൈതൽ പ്രസംഗിക്കുന്നു, ആ പ്രസംഗത്തിന് യോജിച്ച പാട്ടുകൾ ഉണ്ടെങ്കിൽ സന്ദർഭോചിതമായിട്ടൊന്ന് പാടിയാൽ പ്രസംഗിക്കുന്നയാളിനും ആശ്വാസമാണ്. സന്ദർഭോചിതമായിട്ട് ഒരാളൊരു വിഷയം പ്രസംഗിച്ച് തീരുമ്പോൾ ആ വിഷയത്തിന് അനുയോജ്യമായ പാട്ടുണ്ടെങ്കിൽ ഒടുവിൽ ആ പാട്ട് എല്ലാവരോടും ചേർന്ന് പാടിയാൽ ആ യോഗം ഒരനുഗ്രഹമാണ്. എല്ലാത്തിൻ്റെയും സാരം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഗാനങ്ങളായിരിക്കണം. സ്തോത്രം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഗാനം എന്തും വീണ്ടും അത് പാടുകയില്ല. എന്നിട്ട് നേരെ കയറുന്ന പാടുക, എൻ്റെ വീട്ടിലാകാരം. ആട്ടെ, ഞാനിപ്പോ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇവിടെ സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അടുത്തത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. അടുത്തത്, ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് നമ്മളോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. അടുത്ത, അവർ ബന്ധപ്പെട്ട് മറിയെയും യോസേഫിനെയും പശുത്തൊടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ പൈതലിനെ പറ്റി സ്വർഗീയ സൈന്യം സംഘം പറഞ്ഞ കാര്യമല്ല, ഈ ആട്ടിടയന്മാര് ഔസേപ്പിനോടും മറിയത്തോടും പറഞ്ഞു. സ്തോത്രം. അവിടെ നിന്ന് ചില കാര്യങ്ങൾ പറയേണ്ടതാ. ആട്ടിടയന്മാരിങ്ങനെ വിശ്രമിച്ച് കിടക്കുമ്പോൾ ഒരു മിന്നല്, ഒറ്റ മിന്നല്. അത് മത്തായി സുവിശേഷം കൂടെ ചേർത്ത് പഠിച്ചാൽ ഒരു മിന്നല്. അങ്ങനല്ലേ? 8-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. മൈക്ക് കൊണ്ടൊന്ന് വായിച്ചേ. അന്നേ ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രി ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന് തേജസ് അവരെ ചുറ്റി മിന്നി. ഒരു തേജസ് മിന്നി. അപ്പം എന്റെ ഭാഷ പറയാ, ഒരു മിന്നല്. ഈ ആട്ടിടയന്മാര് കിടന്നിടത്ത് രാത്രി സമയമാ. ആ രാത്രിയിൽ ഒരു മിന്നൽ. എന്റെ ഒരു അഭിപ്രായം, ഒറ്റ മിന്നൽ ഉണ്ടായപ്പോൾ ഇവർ അവിടുന്ന് എഴുന്നേറ്റെന്നുള്ളത്. നമുക്ക് ഇടിമിന്നലേറ്റാ പോലും എഴുന്നേൽക്കുകയല്ല. ഈ ചിലര് രക്ഷിക്കപ്പെടാൻ ഗുണപ്പെടാൻ ഒരു മിന്നൽ മതി, ആള് ക്ലിയർ ആകും. ചിലതിനെ വെള്ളിടി വെട്ടിയാ പോലും അവിടുന്ന് അനങ്ങല. അവർ പറഞ്ഞതൊക്കെ ഉള്ളതാ. പിന്നെ ഒറ്റ മിന്നലിന് കാര്യം റെഡിയായി. ഈ ചിലര് ഗുണപ്പെടാൻ ഒരു മിന്നൽ മതി. എന്നാൽ ചിലർ എഴുന്നേക്കാൻ മിന്നൽ കൊടുത്താൽ ഒക്കത്തില്ല. അതല്ലേ വിദ്വാൻമാർക്ക് മിന്നൽ കൊടുത്താൽ അവര് ഏക്കുകയല്ല. അവര് പേര് തന്നെ അറിയാം, വിദ്വാൻമാരാ. അവർക്ക് മിന്നലുണ്ടായ അവര് നമ്മൾ പറയാ, തങ്കച്ച എനിക്ക് മിന്നലുണ്ടായി. പിന്നെ മിന്നലിന്റെ ഗ്രീക്ക് എന്നാ? മിന്നലിന്റെ മൂലഭാഷ. മിന്നൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? പഴയ നിയമം പഠിക്കുമ്പോൾ ആർക്കെങ്കിലും മിന്നിയിട്ടുണ്ടോ? അപ്പോസ്തലന്മാരുടെ കാലത്ത് മിന്നൽ നടന്നതായിട്ട് രേഖകൾ വല്ലോ ഉണ്ടോ? മിന്നലിന്റെ ഹീബ്രു നമ്മൾ കുഴഞ്ഞു പോവുകയുള്ളൂ. അവരംഗീകരിക്കുകയല്ല. അപ്പൊ അവരെയും ദൈവത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് മിന്നൽ എന്ന് പറഞ്ഞാൽ വിദ്വാൻമാരെ ഏക്കുകയല്ല. അതുകൊണ്ട് വിദ്വാൻമാരുടെ ജ്ഞാനവും നിലയനുസരിച്ച് തമ്പുരാൻ അവർക്ക് നക്ഷത്രം കാണിച്ചു കൊടുത്തു. നക്ഷത്രം കണ്ടപ്പോ അവർ അത്യന്തം ഈ ഓരോരുത്തരെയും ദൈവത്തിനറിയാൻ ഏത് വിധത്തിൽ കൊണ്ടുവരണമെന്ന്. അതെ, നമ്മുടെ വിഷയം ആട്ടിടയന്മാരാ. ഈ ആട്ടിടയന്മാര് വെളിമ്പ്രദേശത്ത് ആടിനെ തീറ്റി ഇങ്ങനെ വിശ്രമിക്കുമ്പോഴാണ് ഒരു മിന്നൽ. സ്തോത്രം.
ആ മിന്നലുണ്ടായപ്പോൾ അവരവിടെ എഴുന്നേറ്റു, ദൂതസംഘത്തിന്റെ ഗാനാലാപം കേട്ടു. ഉടനെ അവർ തമ്മിൽ പറഞ്ഞിട്ട് നമുക്ക് ബേത്ലഹേമോളം ചെന്ന് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് കണ്ടേച്ചു വരണം. അങ്ങനെ ആട്ടിടയന്മാർ സൂക്ഷം ബേത്ലഹേമിൽ വന്നപ്പോൾ അമ്മയെയും ശിശുവിനെയും എല്ലാം കണ്ട് കർത്താവ് തങ്ങളോട് പറഞ്ഞത്, ആ ദൂതസംഘത്തിന്റെ ഗാനാലാപത്തിൽ പറഞ്ഞ കാര്യം മുഴുവൻ അവിടെ അറിയിച്ചു. ആമേൻ ജീസസ്. എന്തുവാ അവിടെ ദൂതസംഘം പറഞ്ഞു തന്നതാ? ആ 10-ാം വാക്യം വായിച്ചേ. 10-ാം വാക്യം. അവർ ഭയവരശരായി തീർന്നു. ദൂതൻ അവരോട്, ദൂതൻ ആട്ടിടയന്മാരോട് ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാ സന്തോഷം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായിട്ടൊരു ശിശു ജനിച്ചിരിക്കുന്നു. ആ ശിശുവിന്റെ വിശേഷത എന്തെന്ന് ചോദിച്ചാൽ, സർവജാതികൾക്കും സർവമനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാ സന്തോഷം ക്രിസ്തു. ആ കാര്യം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്ന് പറഞ്ഞാൽ ഈ കല്യാണ വീട്ടിൽ വന്നിരിക്കുന്ന യവൻ ഞാൻ പ്രസവിച്ചതാ, പക്ഷെ അതിലുപരി അവൻ സകല മനുഷ്യർക്ക് ഉണ്ടാകുവാനുള്ള മഹാ സന്തോഷമാണിവൻ. ഇന്ന് രാത്രി ജീവിതത്തിൽ നിരാശയും തകർച്ചയും അവൻ അപാകതകളും പാളിച്ചകളും വന്നവരോട് പറയട്ടെ, നിനക്ക് സന്തോഷം തരുവാൻ കഴിവുള്ളവൻ ആ ക്രിസ്തു. ആമേൻ. സ്തോത്രം.